ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന ഗുരുവിൻ്റെ ആശയം എന്നെ ഒരുപാട് സ്വാധീനിച്ചു. ആ അറിവിൽ നിന്നാണ് ഞാൻ എന്ന അഹങ്കാരം എനിക്ക് ഇല്ലാതായത്. മഹാഗുരു ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മനക്ഷത്രമായ ചതയം നാളിലാണ് ഞാൻ ജനിച്ചത് എന്നതുപോലും എനിക്ക് അഭിമാനം നൽകുന്നു. ഇതൊരു തീർത്ഥയാത്രയാണ്, അറിവിലേക്കുള്ള തീർത്ഥയാത്ര, സ്നേഹത്തിലേക്കും ആത്മീയതയിലേക്കും ഉള്ള യാത്ര. ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം ഇവിടെ അനാവൃതമാവുകയാണ്. മഹാഗുരു നിങ്ങൾക്കായി അഭിമാനപൂർവ്വം സമർപ്പിക്കുന്നു. ബൃഹദാകാശത്തോടു തൊട്ടു നിൽക്കുമോർജസാരം കടലാഴവും കൈതൊഴുമാത്മബോധം പരമപ്രകാശമഖിലം ഗുരുസന്നിധാനം പകരുന്നിനി. ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ. സനാഥം. അതാ ദേ അവിടെ ഉണ്ടല്ലോ നിങ്ങൾ തരുന്ന ആള്. ഇംഗ്ലീഷിൽ പറയണല്ലോ ദൈവമേ. ദിസ് ഈസ് പ്രസാദ്, ഡോക്ടർ പ്രസാദ്, ഗുരു ഡബോട്ടി. കണ്ടില്ലേ കാഷായം? കഷായ? നോ നോ, കാഷായം, സെയിം ഡ്രസ്. വി ആർ ബിഗ് ഡബോട്ടീസ്. He's talking about saffron dress. Human dress? യെസ്, കാഷായം, സന്യാസി ഡ്രസ്. The color of the dress is depiction of fire. Rigveda details about this dress and saffron color. Kashaya. അതെ അതെ അതെ, യു നോ എവരിത്തിങ്. ഐ ആൾസോ നോ എവരിത്തിങ്. സ്വാമി, അവരെ അധികം ഉപദേശിക്കണ്ട, നേരെ ഇങ്ങോട്ട് പോന്നോളൂ. അല്ല, ഞാൻ അവർക്കൊന്നും അറിഞ്ഞൂടല്ലോ, അതുകൊണ്ട് എല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഇവരെ ഭാഷ എനിക്ക് നന്നായിട്ട് അറിയാലോ, അതുകൊണ്ട്. ആണോ? കം കം, നിങ്ങൾ അന്വേഷിച്ച ആള്. പ്ലീസ് കം ഓവർ. നമസ്തേ. Hi, Dr. Prasad. Nice meeting you. How are you? I'm fine. Yeah? Nice to see you again. Nice to see you too. She's Dr. Camellia. Hi. Hi. Camellia, this is Dr. Prasad. He was my senior in Oxford. Hello, doctor. He talked a lot about you. Is it? Namaste. Namaste. He also said a lot about you. A researcher from Cambridge University, right? Yeah. And how was your trip to Kerala? By the way, how did you find me without a call? GPS and Swami Kashaya. കാഷായം, ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആണോ? So, what is your mission? Mission? Yeah, literally it's not a mission. It's Himalayan task. I think you know about it. I tried to escape, but they trapped me. I mailed you everything. Hope you read it. Yeah, you are right. It's really a huge task. So, where do we start? As we mentioned in mail, we should start with that beautiful performer, Paris Lakshmi. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. താനം തനാനേ
ജതിതാളം ലയവർണം ശ്രുതിചേരും നടനാഞ്ജലി രസലാസ്യം നടപാടും ജഗമാകെ ശിവനർത്തനം ജഗദാനന്ദം ജപമോംകാരം ശിവശൈലം ജനിമോക്ഷം താണ്ഡവനാട്യം. ആനന്ദദാനന്ദദീം ദിരന ആനന്ദദാനന്ദദീം സഹസ്രകോടി ജനപാലന സാധുജന സംരക്ഷണ പാവന. ജതിതാളം ലയവർണം ശ്രുതിചേരും നടനാഞ്ജലി രസലാസ്യം നടപാടും ജഗമാകെ ശിവനർത്തനം ജഗദാനന്ദം ജപമോംകാരം ശിവശൈലം ജനിമോക്ഷം താണ്ഡവനാട്യം. Wow, we are delighted to see your performance. It's simply wow. Thank you. Lakshmi, this is Bernard from Oxford University, and that is Camellia from Cambridge University. Hi. Hi. Hello. ആ നൃത്തം ഗംഭീരമായിരുന്നു. ഞാൻ ഇടയ്ക്ക് സിനിമയിലും ടി വിയിലും കാണാറുണ്ട്. അല്ല, എങ്ങനെ ഇത്ര നന്നായി മലയാളം സംസാരിക്കുന്നു? എല്ലാം ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചു ചെയ്യുന്നു, അത്രമാത്രം. We saw a lot of videos about you on the internet. You're blessed to be here in Kerala. Dr. Prasad, can you give an outline? Sure. ഇനി ഞങ്ങൾ വന്ന കാര്യം പറയാം. ആ. ഈ വരുന്ന ഡിസംബറിൽ വാഷിംഗ്ടണിൽ കിഴക്കും പടിഞ്ഞാറുമുള്ള യുഗപുരുഷന്മാരെ കുറിച്ചുള്ള ഒരു അന്തർദേശീയ സമ്മേളനം, സെമിനാറുകളും ഉണ്ടാവും അവിടെ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഫിലോസഫി വിഭാഗമാണ് ഒരാഴ്ചത്തെ പരിപാടി സംഘടിപ്പിക്കുന്നത്. യുഗപുരുഷന്മാരുടെ സന്ദേശങ്ങളും കർമ്മങ്ങളും കലാപരിപാടികളിലൂടെ ആവിഷ്കരിക്കാനാണ് പദ്ധതി. അത് തികച്ചും പുതിയ ആശയമാണല്ലോ. കർമ്മം കൊണ്ട് ഒരു സമൂഹത്തെ ആകെ മാറ്റിമറിച്ച ലോകത്തിലെ യുഗപ്രഭാവന്മാരെ കുറിച്ച് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അന്താരാഷ്ട്ര സെമിനാർ. സെമിനാറിന്റെ മുഖ്യ കോർഡിനേറ്റർ ഇതാ ഈ ഡോക്ടർ ബെർണാഡാണ്. സഹായി ഡോക്ടർ കെമീലിയ. ഇന്ത്യയിൽ അപ്പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട നിരവധി മഹാന്മാരുണ്ട്. എന്നാൽ ഇത്തവണ അവർ ഏകപക്ഷീയമായി തിരഞ്ഞെടുത്ത യുഗപ്രഭാവൻ നമ്മുടെ അഭിമാനമാണ്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരു സമൂഹത്തെ ആകെ മാറ്റിമറിച്ച നവോത്ഥാന നായകൻ. അനുകമ്പയും ജ്ഞാനവും കൊണ്ട് ഗാന്ധിജിയെയും ടാഗോറിനെയും സ്വാമി വിവേകാനന്ദനെയും വരെ അതിശയിപ്പിച്ച ഭാരതവർഷം കണ്ട ഏറ്റവും വലിയ മഹായോഗി. ശ്രീനാരായണ ഗുരുദേവൻ, മഹാഗുരു. ഇന്ത്യയിൽ നിന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതവും ചരിത്ര മുഹൂർത്തങ്ങളും പ്രതിപാദിക്കുന്ന ഒരു നൃത്താവിഷ്കാരമാണ് ഉദ്ദേശിക്കുന്നത്. വലിയൊരു നിയോഗമാണെന്നറിയാം. അതുകൊണ്ട് തന്നെ നേരിയ ആശങ്കയുണ്ട്. തെളിഞ്ഞ സൂര്യപ്രകാശം പോലെയല്ലേ ഗുരുദേവന്റെ അരുളും പൊരുളും. പ്രകാശത്തെ കോരിയെടുക്കാൻ ഭയമെന്തിനാ? ഡോക്ടർ പ്രസാദിനെ അങ്ങനെയൊക്കെ പറയാം. നിങ്ങളൊക്കെ ഗുരുവിനെ ശരിക്കും അറിഞ്ഞവരാ, പഠിച്ചവരാ. പല പല പർവ്വത ശൃംഗങ്ങളിൽ നിന്നും ഭൂമിയെ കണ്ടവരുണ്ടാകാം. അതുപോലെയാണ് ഗുരുവിനെ കുറിച്ചുള്ള അറിവ്. ഗുരുവിനെ ശരിക്കും അറിഞ്ഞവരാരുമില്ല. സൂക്ഷ്മമായി ഗുരുവിനെ അറിയണം, എന്നാലേ എനിക്കിത് ചെയ്യാൻ പറ്റും. അക്കാര്യം ഞാൻ ഏറ്റു. കുറെ യാത്ര വേണ്ടി വരും, കുറെ വായനയും കുറെ ധ്യാനവും പിന്നെ മനസ്സും വേണ്ടി വരും. അതെനിക്ക് തയ്യാറാണ്. ഗുരുവിനെ അറിയണം. ഐ എം വെരി മച്ച് എക്സൈറ്റഡ് ടു നോ അബൌട്ട് ഗുരു, മഹാഗുരു. എനിക്ക് ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ല. എന്നെ കൊണ്ട് കഴിയുമോ?
അത് ആത്മവിശ്വാസത്തിന്റെ ഒരു ലക്ഷണമാണ്, മനസ്സിന്റെ ഒരു പ്രതിഭാസം. സംശയവും ആശങ്കയും ആത്മബലം കൂട്ടുവത്രേ. കേരളത്തിൽ എവിടെയെങ്കിലും സാരമില്ലായിരുന്നു. But this is in front of an international audience. I should be more conscious. എത്ര വേദികളിൽ ഭക്തിയും വിഭക്തിയും നിറഞ്ഞ നൃത്തങ്ങൾ അവതരിപ്പിച്ച കാലുകൾ അതങ്ങനെ വിറയ്ക്കാമോ? പുരാണ കഥകളും സന്ദർഭങ്ങളും നൃത്തരൂപത്തിലാക്കുമ്പോൾ ഒരു ധൈര്യം തോന്നും. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. ദിസ് ഈസ് പ്യൂർ ഹിസ്റ്ററി. കൊച്ചു കേരളത്തിൽ പിറന്ന് മനസ്സും വാക്കും കർമ്മവും കൊണ്ട് ലോകത്തോളം വളർന്ന മഹാഗുരുവിനെ പറ്റിയല്ലേ ഇത്? അതാണ് ആശങ്ക. ഇറ്റ് മസ്റ്റ് ബി എ ക്ലാസിക് വർക്ക് അല്ലേ? പിഴവ് പറ്റാൻ പാടില്ല. അതിന് ഗുരുവിനെ ധ്യാനിച്ചുകൊണ്ട് ചൂട് വയ്ക്കുക. ബാക്കിയെല്ലാം ഗുരുകൃപ പോലെ നടക്കും. ആ ഒരു വിശ്വാസമുണ്ട്. പക്ഷെ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, ഒരു ഐഡിയ ഇല്ല. മഴത്തുള്ളിയിൽ കുളിരുള്ളതുപോലെ, തേൻ തുള്ളിയിൽ മധുരമുള്ളതുപോലെ, കലയിലും സാഹിത്യത്തിലും ഒക്കെ ദൈവം വന്നു വിളിക്കും, കർത്താവ് പോലും അറിയാതെ. അത് ശരിയാ. പലവട്ടം അത് അനുഭവിച്ചിട്ടുണ്ട്. മതിമറന്ന് മന്നം ലയിച്ച് ഡാൻസ് ചെയ്യുമ്പോൾ പാദങ്ങൾ സ്വന്തമല്ലാന്ന് തോന്നിയിട്ടുണ്ട്. ഗുരുചരിതം നൃത്തരൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ ലോകം ശ്രദ്ധിക്കും. ലക്ഷ്മിയുടെ കരിയറിലെ ഏറ്റവും വലിയ തിളക്കമുള്ള അധ്യായമാവും അത്. ഒന്ന് ചോദിച്ചോട്ടെ, ഗുരുവിന്റെ നിശബ്ദ വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് എവിടെയാണ്? അത് അരുവിപ്പുറത്ത്. ലോകം കണ്ണിമ ചിമ്മാതെ നിന്ന ചരിത്ര നിമിഷം, പ്രകൃതി ചെവിയോർത്ത് നിന്ന നിമിഷം, ഒരു രക്ഷകനു വേണ്ടി ഒരു യുഗം കാത്തിരുന്ന നിമിഷം. Wow. This is going to be a wonderful start. അത് മതി. ഗുരുപാദസ്പർശമേറ്റ് ധന്യമായ മണ്ണിലൂടെ നടക്കണം. കാറ്റുവന്ന് വിളിക്കുകയാണ്, ക്ഷണിക്കുകയാണ് മഹാഗുരുവിന്റെ ചരിത്രത്തിലേക്ക്. നിലയില്ല കായമാണ് ശങ്കരൻകുടി. ആഴം ആർക്കും അറിയില്ല. ശിവപെരുമാളെ നീ തന്നെ കാക്കണേ. അതികഠിനമായ ചുഴിയ, കാലുറയ്ക്കൂല. ഇപ്പോഴാണെ ഒഴുക്ക് വളരെ കൂടുതൽ. ഇതിപ്പോ ഇറങ്ങിയിട്ട് നാഴികൾ കഴിഞ്ഞു. ഇത്രയും സമയവും വെള്ളത്തിനടിയിൽ, അതും ഈ കൊടും കയത്തിൽ. ഇതെങ്ങനെ കഴിയും ഈശ്വര? എന്റെ സ്വാമിക്ക് എന്തെങ്കിലും പറ്റിയോ? ഏയ് നിർത്തൂ. ഇതെല്ലാം മൂഢചിന്തകളാണ്. ഈ അക്ഷമയും ഉത്കണ്ഠയും അവിവേകമാണ്. സ്വാമിയുടെ ഓരോ കർമ്മവും ഓരോ ലക്ഷ്യമാണ്, അറിവാണ്. ഈ ശിവരാത്രി കരയാനുള്ളതല്ല, ജപത്തിനുള്ളതാണ്. ഇനി കാത്തിരിക്കുക സാധ്യമല്ല. ആരെങ്കിലും ഒന്ന് ഇറങ്ങി നോക്കിയാലോ? നീന്തലുകാരില്ലേ അവിടെ? നീന്തൽ അറിഞ്ഞാലും ഈ കുത്തൊഴുകുന്ന കയത്തിൽ ഒന്നും ചെയ്യാനാവൂല. അയ്യോ, ഞങ്ങളുടെ ശരീരം തളരുന്നു സ്വാമി. സ്വാമി, മനസ്സ് വല്ലാതെ തുടിക്കുന്നു. ഇരുണ്ട മനസ്സുകൾക്ക് മറുപടി നൽകാൻ അർദ്ധരാത്രിയിൽ സൂര്യൻ ഉദിക്കും. മനസ്സുകളുടെ ഇരുളകറ്റാൻ, വെളിച്ചം പകരാൻ നമ്മുടെ രക്ഷകനായി ഗുരുവെത്തും. മഹാഗുരു.
സ്വാമി അടിയങ്ങളുടെ ചാമി. സാക്ഷിയായി വരേണം. സാംബ സദാ ശിവ ശങ്കരലിംഗം കാര്യപരപ്രദോമളലിംഗം സാമ്യവിഹീന സുമാനസലിംഗം തന്മൃദു പാദുചിദംബരലിംഗം. ശിവപെരുമാളെ പ്രതിഷ്ഠയായി, ഇനി അഭിഷേകമാകാം. Shiva